ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു പപ്പായ മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു റെഡ് ലേഡി പപ്പായയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണേ. അപ്പോൾ ഇത് വെച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇതിൻ്റെ ലേഡി പപ്പായയുടെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഇത് ആദ്യം ഈ പപ്പായ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. പപ്പായ മിൽക്ക് ഷേക്കിന് ഞാൻ പപ്പായ പകുതി എടുത്തിട്ടുണ്ട്, ബദാം ഒരു 3-4 എണ്ണം, കാഷ്യൂനട്ട്, ഏലക്കയുടെ തരിയാണ് ഇടുന്നത്, പിന്നെ ഈന്തപ്പഴം. ഷേക്കിന് ആവശ്യമായ 2 ഗ്ലാസ് പാലാണ് എടുത്തേക്കുന്നത്. പപ്പായ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ 3-4 ബദാം, കാഷ്യൂനട്ട്, ഈന്തപ്പഴം, പിന്നെ ആ 2 ഏലക്കയുടെ തരികളാണ്. ആ 2 ഏലക്ക തരികളും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര കേട്ടോ, മധുരത്തിന് ആവശ്യം. ഞാൻ ഇപ്പോൾ ഒരു 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. വേണം നമുക്ക് ഒരു 3 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കണം. 3 ഗ്ലാസ് പാല്, പിന്നെ ഐസ്, തണുപ്പിനനുസരിച്ചുള്ള ഐസ് ചേർക്കണം. ഇപ്പോൾ കുറച്ച് ഐസ് ചേർക്കണം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പപ്പായ മിൽക്ക് ഷേക്ക്. ഇതിനെയും ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മൊത്തം 3 ഗ്ലാസ്സിലുള്ളതുണ്ടായിരുന്നേ. ഗാർണിഷ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം കുറച്ച് ബദാം പൊടിച്ചത് ചേർക്കാം, കാഷ്യൂനട്ട് പൊടിച്ചത്, ഇനി കിസ്മിസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പപ്പായ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കിട്ടുന്ന പപ്പായ ആയാലും മതി. ഏതെങ്കിലും ഒരു പപ്പായ ഇട്ട് ഇച്ചിരി പാലും പഞ്ചസാരയൊക്കെ ചേർത്ത് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നട്ട്സൊക്കെ ഓപ്ഷണലാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.